ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫും കപ്പയും റെഡിയാക്കി വെച്ചിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 1 കിലോ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 1/4 കിലോ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 1 സബോള, 10 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 1 മുഴുവൻ വെളുത്തുള്ളി, ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കി അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 സബോളയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഇളക്കി ഒരു പകുതി മൂപ്പിച്ചെടുക്കാം. പകുതി മൂത്തതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. തീ കൂട്ടിയിട്ട് മൂപ്പിച്ചെടുക്കരുത്, ചെറിയ തീ തന്നെ നമ്മളിതെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി എടുത്ത് കുക്കറിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കപ്പ ഇടാനുള്ളത് കൊണ്ട് കുറച്ചധികം വെള്ളം ചേർക്കണം. ഇത് അടച്ച് വെച്ച് നമുക്കൊരു 6 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 1/2 മുറി തേങ്ങ നമുക്ക് വറുത്ത് അരച്ചെടുത്ത് വയ്ക്കണം. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. നമ്മുടെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഗ്രേവി ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി അതിലേക്ക് നമ്മുടെ വേവിച്ച കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ഉടച്ച് ചേർക്കണം. നല്ല വേവുള്ള കപ്പയായിരുന്നു. മാക്സിമം ഞാൻ വേവിച്ചെടുത്തതാണ്. അതിനുശേഷം ആ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നമ്മൾ വിസിലൊന്നും ഇടാതെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാകുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പയൊക്കെ കണ്ടോ, നല്ലോണം വെന്തിരിക്കുന്നുണ്ട്. ആ മൂപ്പിച്ച ഉള്ളിയിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് വേണം നമുക്കിത് കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ബീഫും കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ലൊക്കെ പോവാതെ നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ ബീഫ് റെഡി.